ഹലോ, നമസ്കാരം. സുഖമല്ലേ എല്ലാവർക്കും? അപ്പൊ പീഡനം, 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 പീഡനം. എങ്ങോട്ട് തിരിഞ്ഞാലും പീഡനം. ആര് നടന്നാലും പീഡനം. എന്തിനു പോയാലും പീഡനം. ഏ? ഈ പീഡനം അല്ലാത്ത ഒരു ദിവസം പോലും നമ്മുടെ കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല കേട്ടോ. അത് വല്ലാത്തൊരു കഷ്ടമായി പോയിരിക്കുക. ഈ പീഡനം എന്ന് പറയുമ്പം ഈ ചെറുക്കനും പെണ്ണും കൂടെ സ്നേഹിച്ച് പ്രേമിച്ച് നടക്കുന്ന സമയത്ത് അവർ വിളിക്കുന്നിടത്ത് അവരുടെ കൂടെ പോയി ഒന്നിച്ച് ജീവിക്കുക. അന്നതിന് ശേഷം രണ്ടുപേരും കൂടെ ഒന്ന് വഴക്കിട്ട് കഴിഞ്ഞാൽ ഉടനെ ഇറങ്ങിക്കൊണ്ട് എന്നെ പീഡിപ്പിച്ച് 10 പ്രാവശ്യം, 16 പ്രാവശ്യം, 13 പ്രാവശ്യം. ഇതെങ്ങനെ ഈ 13 പ്രാവശ്യമൊക്കെ പീഡിപ്പിക്കുന്നത്? അതിൻ്റെ പേര് പീഡനമെന്നാണോ? 13 പ്രാവശ്യം ആർക്കും പീഡിപ്പിക്കാൻ പറ്റത്തില്ല. ഒരു പ്രാവശ്യം പീഡിപ്പിക്കുന്ന ഓക്കെയാണ്. കാരണം അതിൻ്റെ പേരാണ് പീഡനം. പണ്ടൊക്കെ ഇതിൻ്റെ പേര് ബലാത്സംഗം എന്നായിരുന്നു. ഇപ്പം പേര് മാറ്റി. പേര് മാത്രമേ മാറ്റമുള്ളൂ, ബാക്കിയെല്ലാം അങ്ങനെ തന്നെ നിൽക്കുക. ബലാത്സംഗം ചെയ്ത പെണ്ണിനെ കൊന്നെന്ന പണ്ടുള്ളവ എല്ലാം പറയാറ്, അങ്ങനെ നമ്മൾ കേൾക്കാറ്. ഇപ്പം അത് പീഡനം പുതിയ പേരിലാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. 13 പ്രാവശ്യം പീഡിപ്പിച്ച്, 15 പ്രാവശ്യം പീഡിപ്പിച്ച് അതെങ്ങനെ നടക്കും? ഒരു പ്രാവശ്യം ആ പെണ്ണിനെ പിടിച്ചുകൊണ്ട് പോയി ബോധമില്ലാതെ കള്ളുകൊട്ടോ എന്തെങ്കിലും മയക്കുമരുന്നോ ലഹരി എന്തെങ്കിലും കൊടുത്തതിന് ശേഷം പീഡിപ്പിച്ചാൽ അതിന് പീഡനം എന്ന് പറയും. അതിൻ്റെ കൂടെ എല്ലാ പെണ്ണുങ്ങളും ആ പെണ്ണിൻ്റെ കൂടെ തന്നെ നിൽക്കും. കാര്യം അതവൾക്ക് ബോധമില്ലാതെ പിടിച്ചുകൊണ്ട് പോയി പീഡിപ്പിച്ചതാ. അതുകൊണ്ട് പെണ്ണിനെ വിട്ടാരും കളിക്കത്തില്ല. പക്ഷേ സ്വയബോധത്തോടി പ്രേമിച്ച് സ്നേഹിച്ച് കൈയും പിടിച്ച് കോർത്ത് നടന്ന് അവൻ്റെ പൈസ എല്ലാം ഊറ്റിയെടുത്ത് ഫോണ് റീചാർജ് ചെയ്ത് ലക്ഷങ്ങൾ അവൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു, ഭക്ഷണവും കൂടെ നടന്ന് എല്ലാ ഹോട്ടലിൽ പോയി കഴിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് ഒന്നിച്ച് ജീവിച്ചിട്ട് 13 പ്രാവശ്യം പീഡിപ്പിച്ചെന്ന് ഇത് ചെന്ന് കോടതി പറയുമ്പോൾ, പോലീസുകാരോട് പറയുമ്പോൾ ഇവരെന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല എങ്ങനെ ഒരാളെ 13 പ്രാവശ്യം പീഡിപ്പിക്കാൻ പറ്റും? ഒരു പ്രാവശ്യം, രണ്ടാമത്തെ പ്രാവശ്യം പീഡിപ്പിക്കാൻ ആരും അനുവദിക്കത്തില്ല. കാരണം ആദ്യത്തെ പ്രാവശ്യം അതത് പീഡനമാണെങ്കിൽ അപ്പം നമ്മൾ നിയമത്തിന്റെ വഴി പോകത്തില്ലേ, കേസ് കൊടുക്കത്തില്ലേ എന്നെ പീഡിപ്പിച്ചെന്നും പറഞ്ഞുകൊണ്ട്, ഇല്ലേ? പിന്നെ എങ്ങനെ രണ്ടാമതും മൂന്നാമതും 6-മതും 10-മതും പീഡിപ്പിക്കുന്നത്? അതിന്റെ പേര് പീഡനം എന്നാണോ? എനിക്ക് തോന്നുന്നില്ല. എന്നിട്ടോ ആ ചെറുക്കൻ്റെ ആൺകുട്ടി ആരായാലും അവൻ്റെ പേര്, അവൻ്റെ അച്ഛൻ്റെ പേര്, അവൻ്റെ അമ്മയുടെ പേര്, അവൻ്റെ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെ പേര്, അവൻ്റെ കുടുംബക്കാരുടെ മൊത്തം പേരും വഴിയും അഡ്രസ്സും നടന്നു പോകുന്ന വഴി വരെ എഴുതി സോഷ്യൽ മീഡിയ പരത്തും. ടി വി ചാനൽ മൊത്തം വരും. എന്നിട്ട് പെണ്ണാണ് അതിജീവിത. എങ്ങനെ ഈ പെണ്ണ് മാത്രം എങ്ങനെ അതിജീവിതയാകുന്നു? പിന്നെ പെണ്ണിൻ്റെ പേര് ആരും പറയാൻ പാടില്ല. പെണ്ണിൻ്റെ പേര് മിണ്ടിക്കഴിഞ്ഞല്ലോ ഉടനെ അവരെ പിടിച്ചകത്താക്കുക. ഇങ്ങനെയാണോ വേണ്ടുന്നത്? ഇങ്ങനെയാണോ നാട്ടിൽ നിയമങ്ങൾ? ആണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെണ്ണും അത് രണ്ടുപേർക്ക് ഒരേ നിയമം കൊടുക്കണം. പിടിച്ചോണ്ട് പോയ രണ്ടിനെയും പിടിച്ചോണ്ട് പോകണം. ഫോട്ടോ പുറത്ത് പബ്ലിസിറ്റി കൊടുത്താൽ രണ്ടിനെയും കൊടുക്കണം. ഒന്നിന്റെ മാത്രം കൊടുത്ത് ആ കുടുംബത്തെ മാത്രം നാട്ടിച്ച് അവന്റെ അഭിമാനം നഷ്ടപ്പെടുത്തി ആത്മഹത്യയെ കൊണ്ടെത്തിക്കല്ലേ വേണ്ടത്. അവളെയും കൂടെ ഉൾപ്പെടുത്തണം. ഈ 13 പ്രാവശ്യം പീഡിപ്പിച്ചെന്നവർ തെറ്റം കള്ളമാണെന്ന് ചിന്തിക്കാനുള്ള എല്ലാ മാന്യതയും കോടതിക്കും പോലീസുകാർക്കും ഉണ്ടാകണം, ഇല്ലേ? ഒരു കേസ് കിട്ടിയാൽ ഉടനെ ഒന്നും ചിന്തിക്കാതെ ആളെ പിടിച്ചങ്ങ് അകത്തിടുക. ഇതാണോ മര്യാദ? ഇതാണോ മാന്യത? ഇതാണോ കോടതി നിയമം? ആദ്യം അവൻ അന്വേഷിക്കണം, അത് സത്യമാണെന്ന് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ച തെറ്റാണെങ്കിൽ അവനെ തൂക്കിക്കൊല്ലാൻ പോലും വിധിക്കപ്പെടാം, ഒരു കുഴപ്പമില്ല. പക്ഷെ അത് കള്ളമാണെങ്കിലോ? അവന്റെ നഷ്ടപ്പെട്ടു പോയ ജീവിതവും സമയവും അവന്റെ ജോലിയും കാര്യങ്ങളും ആ കുടുംബത്തെ നോക്കാൻ അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ ഇതൊക്കെ ഇവര് തിരിച്ചു കൊടുക്കുവോ? കോടതിയോ പോലീസുകാരോ നിയമമെല്ലാം തിരിച്ചു കൊടുക്കുവോ? ഒരിക്കലും കൊടുക്കത്തില്ല. അങ്ങനെ ആ ഒരു ആൺകുട്ടിയുടെ ജീവിതം അവിടെ അങ്ങ് തീരും, ഇല്ലേ? അവള് പിന്നെ സുഖമായിട്ടിങ്ങനെ ഞെളിഞ്ഞ് നടന്ന് എല്ലാവരെയും കണ്ടും കേട്ടും മീഡിയ പ്രവർത്തിച്ചും നല്ല അന്തസ്സായിട്ട് ജീവിക്കും. ആ ആൺകുട്ടിയോ അവന്റെ അഭിമാനവും പോയി, മാനവും പോയി, എല്ലാം പോയിട്ട് അവൻ ജനങ്ങളുടെ മുമ്പിൽ ഇറങ്ങി നടക്കേണ്ടി വരും, ഇല്ലേ? ജനങ്ങൾക്ക് ബോധ്യം വരണം അവരൊന്നും ചെയ്തിട്ടില്ല എന്ന്. ആ ബോധ്യത്തിന് വേണ്ടിയെങ്കിലും കോടതി അവൻ്റെ കൂടെ നിൽക്കണം, വേണ്ടേ? അതാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ ഈ കാണിക്കുന്ന തോന്നിയവാസത്തിന് പെണ്ണുങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് എല്ലാം ചെയ്യുന്ന തെറ്റാണ്.